ഞാൻ ഗൾഫ് നിർത്തി പോവുക. ഒന്നാമത് സമ്പാദിച്ചു, കണ്ടമാനം സമ്പാദിച്ചു കൂട്ടി, ഇനി മടുത്തു. അപ്പോൾ പോകാച്ചിട്ടാ. ഞാൻ ഈ അർബാൻ്റെ വീട്ടിൽ ഒരു മൊത്തം മുതലാളി മുദീറൊക്കെ ആയിരുന്നു. അർബാനൊരു 10 ഏക്കറ ഈത്തപ്പഴത്തോട്ടമുണ്ട്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഈ വണ്ണാണ് ഓരോ ഈത്തപ്പഴം, അത്രയും വണ്ണത്തിലാണ്. ഒരു ദിവസം ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും ABCDFG അങ്ങനെയുള്ള പ്രോട്ടീൻ കംപ്ലീറ്റ് നമ്മളെ ശരീരത്തിൽ വരും. 3 ദിവസം പട്ടിണി കിടക്കുക. അമ്മാരി ഈത്തപ്പഴ ആ സ്ഥലമാണ് വിൽക്കാൻ പോണത്. ഒന്നാമത് നോക്കി നടത്ത ആളില്ല. ഞാൻ മാത്രമേ ഈ ഒരു തോട്ടത്തേക്ക് കടക്കുള്ളൂ. വേറെ ഒരു മനുഷ്യൻ കാലം എടുത്ത് വെക്കൂല. കാരണം കംപ്ലീറ്റ് ഈത്തപ്പഴ മരത്തുമീൻ തേനീച്ച അങ്ങനെ കുന്നുകൂടിയിട്ടാണ്. അപ്പോൾ ഇത് കടക്കേണ്ട സമയം എന്ന് വെച്ചാൽ അതുപോലെ ഒരു 8-8:30 മണിക്ക് പല്ലേച്ച് മൂത്രമൊഴിച്ച് തേനെടുക്കാൻ പോകും. തേനീച്ച കംപ്ലീറ്റ് കോടിക്കണക്കിനാ തേനീച്ച. ഈ പോണ തക്കത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഈത്തപ്പഴം ഇറക്കൽ. ഈ തേനെടുക്കാൻ പോകാത്ത കുറേ പോയ തേനീച്ചകളെ കുറ്റം പറഞ്ഞിരിക്കുന്ന കുറേ തേനീച്ചകളുണ്ട്. ഓല് മൂട്ടിൽ കുത്തും, അത് നോക്കണം നല്ലോണം. ബാക്കി ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു 50,000-70,000 ദിർഹംസ് കണ്ടിട്ട് ഒരു ദിവസം അതിന് വരുമാനമാണ്. ആ വരുമാനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇപ്പോൾ നിങ്ങളോട് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ടാണ്. ഒന്നാമത് ഇനി അർബായിന് നോക്കി അടുത്ത ഒരാളെ കിട്ടൂല. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയ ഒരാളെന്ന് ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. ഓക്കെ. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചാണ് ഗൾഫ് നിർത്തിയാണ് പോയാലോ. നാട്ടിൽ പോയിട്ട് ഈ ആടുണ്ടല്ലോ, ആട് അതിൻ്റെ കച്ചവടം തുടങ്ങിയത്. ആദ്യം 1 വാങ്ങുക, പിന്നെ അത് പ്രസവിച്ച് 2 എണ്ണമാവും, 3 എണ്ണമാവും, 4 എണ്ണമാവും, 10 ആവും, 100 ആവും, 10,000 ആവും. അങ്ങനെ ആടിൻ്റെ വലിയൊരു ഫാം, ലോകത്തെ ഏറ്റവും വലിയ ആടിൻ്റെ ഫാം മമ്മാലി ആട് ഫാം. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കയറ്റുമതി ചെയ്യുക. ഒരു ഭാഗത്ത് കൂടെ അതിൻ്റെ പാല്, ഒരു ഭാഗത്ത് കൂടെ ഇതിനെ വിൽക്കുക. അറബികളൊക്കെ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കണം മമ്മാലിയുടെ ആട് എന്ന്. കാരണം അത്രയും ഫേമസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, സൽമാൻ ഖാനെ വിളിച്ചിട്ടും ഷാറൂഖ് ഖാനൊക്കെ വിളിച്ചിട്ട് ഒരു പരസ്യം ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒന്നുകൂടി ഫേമസ്. ഓൽക്ക് ഒരാടിനെ വെറുതെ കൊടുക്കുക, ഓലും ഫേമസ് ആയിക്കോട്ടെ അതുവഴി. അങ്ങനൊരു പുതിയൊരു പ്ലാനുണ്ട് എനിക്ക്. അതെന്താ നിങ്ങളെ അഭിപ്രായം? കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് കുക്കിങ്ങിൽ ഇന്നെ കടത്തി വെട്ടാൻ ഇന്നിപ്പോൾ ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ തന്നെയാണ്. ഞാൻ കുക്കിംഗ് പുടിയേരി യൂണിവേഴ്സിറ്റി ലണ്ടൻ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം എടുത്തിട്ടാണ് ഇറങ്ങിയത്. അന്ന് എൻ്റെ കുക്കിങ്ങിന് ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ലണ്ടൻ രാജകൊട്ടാരത്തിൽ തന്നെ എന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന് അവിടെ ജോലി തുടങ്ങി. ഏകദേശം 40ഓളം രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ തന്നെ ഡെയിലി രാവിലെയും വൈകുന്നേരം പൊടിയരിക്കഞ്ഞി, പപ്പടം, കൊണ്ടാട്ടമുളക്, മത്തി പൊരിച്ചത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. എൻ്റെ കുക്കിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ വരും, അത്രയും ടേസ്റ്റാണ്. അവിടുത്തെ രാജകുടുംബം ഞാൻ കുക്ക് ചെയ്യുന്നില്ലാത്ത അന്ന് ഭക്ഷണം കഴിക്കൂല. എൻ്റെ കുക്കിങ്ങിൻ്റെ ഏറ്റവും ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ പൊടിയരിക്കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ടാട്ടമുളകൊക്കെ പാടെ ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തു. എന്തോ ഒരു മണ്ടയുടെ ഭാഗ്യമില്ലായ്മ, പൊടിയരിക്കഞ്ഞിയിൽ ഉപ്പ് ഇട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ഓസ്കാർ അവാർഡ് എനിക്ക് നഷ്ടമായത്. ഈ ഓസ്കാർ അവാർഡ് കിട്ടിയില്ലെങ്കിൽ എന്താ, കൊട്ടാരത്തിൽ പൊടിയരിക്കഞ്ഞിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ. ശമ്പളം കിട്ടണതിന് എണ്ണാൻ തന്നെ 2 ആളെ ഞാൻ കൂലിക്ക് വിളിച്ചിട്ടുണ്ട്. 2 ആളെ കൂലിക്ക് കൂട്ടിയിട്ടാണ് ശമ്പളം എണ്ണൽ. അപ്പോൾ അമ്മാര് എനിക്ക് ഇന്ന സമയത്ത് നമ്മോട് കീപ്പ് ഇറ്റ് അപ്പ് എന്തിനാ ഒരു ഓസ്കാർ അവാർഡ്, നിങ്ങളെയൊക്കെ കയ്യടി പോരെ. നിങ്ങൾ എത്ര നല്ല മനുഷ്യനായിക്കോട്ടെ, ചിലരുടെ കണ്ണിലെങ്കിലും നിങ്ങളും എപ്പോഴും മോശക്കാരൻ തന്നെയാണ്. അതൊരിക്കലും നിങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. കാരണം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം അങ്ങനെയാണ്.
നിങ്ങൾ ഇനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് അവർക്ക് മോശമായിട്ട് കാണാനാണ് ഇഷ്ടം. അത് മോശമായതുകൊണ്ടല്ല, അവർക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. കാരണം എന്താ? നിങ്ങൾ നന്നാവുന്നതോ നിങ്ങൾ നല്ലത് ചെയ്യുന്നതോ നിങ്ങളുടെ സന്തോഷമോ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്.